ശബ്ദം താഴ്ത്തി സംസാരിക്കുക. അബൂബക്കർ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുക്കലിരിക്കുമ്പോഴാണ് ബനൂ തമീം ഗോത്രക്കാർ വരുന്നത്. ഒരു അമീറിനെ വേണമെന്ന് പറഞ്ഞിട്ട് അബൂബക്കർ തങ്ങൾ പറയുന്നുണ്ട്, അതിന് ഏറ്റവും അനുയോജ്യന് കഅബിനു മഅബദ് തങ്ങളാണ് എന്ന്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ല, ഏറ്റവും അനുയോജ്യന് അഖ്റഅബിനു ഹാബിസ് തങ്ങളാണ് എന്ന്. അങ്ങനെ അവർ രണ്ടാളും സംസാരത്തിലാകുമ്പോഴാണ് നിങ്ങൾ റസൂലുള്ളാഹി തങ്ങളെക്കാളും ശബ്ദമുയർത്തരുത് എന്ന ആയത്ത് വരുന്നത്. അങ്ങനെ ഉയർത്തുകയാണെങ്കിൽ നിങ്ങളെ അമലുകൾ മുഴുവനും ഒളിഞ്ഞു പോകുമെന്നുള്ള ആയത്ത് വരുന്നത്. ശേഷം സാബിത്ത് ബിനു ഖൈസ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ വരാറില്ല. അദ്ദേഹത്തിന് അന്വേഷിച്ച് പോയി, റസൂലുള്ളാഹി തങ്ങളെ ഏൽപ്പിച്ചിട്ട് അന്വേഷിച്ച് പോയപ്പോൾ അദ്ദേഹം പറയാണ്, എൻ്റെ ശബ്ദം കുറച്ച് കട്ടിയുള്ള ശബ്ദമാണ്. ഞാൻ റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് എൻ്റെ ശബ്ദം ഉയർന്നാൽ എൻ്റെ അമലുകളൊക്കെ ഇല്ലാതായി പോകുമല്ലോ എന്ന് പറയുമ്പോൾ, സഹാബത്ത് അങ്ങനെ ചെയ്ത് കാണിച്ചു തരുമ്പോൾ, നബിദിനം കൂടുന്ന നമ്മൾ, റാലികൾ നടത്തുന്ന നമ്മൾ, റസൂലുള്ളാഹി തങ്ങളോടുള്ള ആദരവ് മുഴുവനും പാലിച്ചു കൊണ്ടാവണം. ആ ഹബീബിനെ സ്നേഹിച്ചു കൊണ്ടാവണം. ആ ഹബീബിൻ്റെ സ്നേഹം കിട്ടാനാകണം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും ആ ഹബീബ് കാണുന്നുണ്ട് എന്നുള്ള ബോധത്തിലാവണം.